നമസ്കാരം. ശിവരാത്രിയല്ലേ വരുന്നത്. അപ്പോൾ ശിവരാത്രി മാഹാത്മ്യം ഒരു കഥയായി പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ഇതിൽ കഴിയില്ല, 2-3 പാർട്ടായിട്ട് പറയാം. അപ്പോൾ ശിവരാത്രി മാഹാത്മ്യത്തിൻ്റെ കഥ കേട്ടോളൂ. പണ്ട് സൂര്യവംശത്തിൽ മിത്രസിംഹൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. ധീരനും ബുദ്ധിമാനുമായിരുന്ന മിത്രസിംഹൻ സൗമ്യതയിലും സൗന്ദര്യത്തിലും ചന്ദ്രസേനനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ധർമ്മരാജാവിനെ വെല്ലുന്ന ധർമ്മനിഷ്ഠ, ദേവേന്ദ്രനെ വെല്ലുന്ന സമ്പത്തിനുടമ, കൈലാസഗിരിയോളം പോന്ന ഉറച്ച നിലപാടുള്ളവൻ, വിഷ്ണുവിനു തുല്യമായ വിക്രമം, ആദിത്യനു തുല്യം പ്രതാപം, കാമദേവനെ വെല്ലുന്ന ദേഹകാന്തി, ബൃഹസ്പതിയെ വെല്ലുന്ന നീതിശാസ്ത്രബോധം. അങ്ങനെ മിത്രസിംഹരാജാവിൻ്റെ വിശേഷണങ്ങൾ കുറേയധികമുണ്ട്. ദാനശീലൻ കൂടിയായ മിത്രസിംഹൻ ബന്ധുമിത്രാദികളോടും മന്ത്രിവൃന്ദങ്ങളോടുമൊപ്പം സസുഖം സൂര്യവംശം ഭരിച്ചു വന്നു. ഇക്ഷ്വാകു വംശജയായ ദമയന്തിയായിരുന്നു മിത്രസിംഹൻ്റെ ഭാര്യ. സുന്ദരിയും സുലക്ഷണയുമായ പ്രിയപത്നിയോടൊപ്പം അദ്ദേഹം രാജ്യഭരണം സുഖമായി നടത്തി വന്നു. ഒരു ദിവസം നായാട്ടിനായി പരിവാരങ്ങളോടൊപ്പം മിത്രസിംഹ രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു. അനേകം മൃഗങ്ങളെ വേട്ടയാടി വിഹരിച്ചു നടക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ പെട്ടെന്നാണ് അത്യുഗ്രനായ ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ നേരെ അലറിയടുത്ത ഉഗ്രനായ രാക്ഷസനെ വീരശൂര പരാക്രമിയായ മിത്രസിംഹൻ ഞൊടിയിട കൊണ്ട് തന്നെ വധിക്കുകയുണ്ടായി. ഈ രംഗം കണ്ടുകൊണ്ട് അവിടെ വരാനിടയായ രാക്ഷസൻ്റെ അനുജൻ വർദ്ധിച്ച ഭയത്താൽ ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. തൻ്റെ ജ്യേഷ്ഠനെ നിഷ്ഠൂരമായി വധിച്ച രാജാവിനെ എങ്ങനെയും വകവരുത്തണമെന്ന് ആ രാക്ഷസൻ ചിന്തിച്ചു. ഇന്ദ്രനെ പോലും ജയിക്കാൻ തക്ക പരാക്രമശാലിയായ തൻ്റെ ജ്യേഷ്ഠനെ ഞൊടിയിട കൊണ്ട് വധിച്ച മിത്രസിംഹൻ്റെ ശക്തി അറിയാവുന്ന അവൻ രാജാവുമായി നേരിട്ടൊരു യുദ്ധത്തിന് മുതിരുകയുണ്ടായില്ല. അപ്രകാരം ചെയ്യുന്നത് തൻ്റെ നാശത്തിലേ കലാശിക്കൂ എന്ന് ആ രാക്ഷസന് അറിയാമായിരുന്നു. മിത്രസിംഹനെ ചതിച്ചു കൊല്ലാൻ ആ രാക്ഷസൻ പദ്ധതിയിട്ടു. തൻ്റെ മായ കൊണ്ട് ഒരു മനുഷ്യരൂപം ധരിച്ച രാക്ഷസൻ മിത്രസിംഹ രാജാവിൻ്റെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണു വണങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ രക്ഷിക്കണം. ഒരു ക്ഷത്രിയ കുലജാതനായ ഞാനിതാ അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വിഷമിച്ചു കഴിയുന്ന എനിക്ക് പാചകവൃത്തി നന്നായി അറിയാം. ആഹാരവും വസ്ത്രവും കിടക്കാനൊരിടവും തന്നാൽ ഈ ഉള്ളവൻ എന്നെന്നും അങ്ങയുടെ ദാസനായി കഴിഞ്ഞുകൊള്ളാം. ഇതു കേട്ട ദയാലുവായ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ കാൽക്കൽ വീണ് യാചനാസ്വരത്തിൽ അപേക്ഷിക്കുന്ന മായാരാക്ഷസനെ തൻ്റെ പാചകക്കാരനായി നിയമിക്കുകയുണ്ടായി. മായാരാക്ഷസൻ മിത്രസിംഹനെ ചതിക്കാനുള്ള ഉഴവും കാത്ത് പാചകവൃത്തിയാൽ ദിവസങ്ങൾ തള്ളി നീക്കി. മിത്രസിംഹൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധദിനം വന്നെത്തി. രാജാവ് കുലഗുരുവായ വസിഷ്ഠനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ പാദം കഴുകി പൂജിച്ച് സൽക്കരിച്ചു. ശ്രാദ്ധമൂട്ടിന് വേണ്ടതെല്ലാം തയ്യാറാക്കിയ രാക്ഷസനായ പാചകക്കാരൻ സർവ്വവിഭവങ്ങളും വസിഷ്ഠമുനിക്ക് വിളമ്പുന്നതോടൊപ്പം മനഃപൂർവ്വം മിത്രസിംഹനെ ചതിക്കാനായി മനുഷ്യമാംസം കറിയാക്കിയതുകൂടി ഇലയിൽ വിളമ്പി. താപസശ്രേഷ്ഠനായ വസിഷ്ഠമുനിക്ക്
ഭോജ്യവസ്തുക്കളുടെ കൂട്ടത്തിൽ മാംസക്കറി വെച്ചിരിക്കുന്നത് കണ്ടെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. കോപം കൊണ്ട് ജ്വലിച്ച മുനി രാജാവിനെ അതിക്രൂരമാം വിധം ശപിച്ചു. ഹേ മിത്രസിംഹ, നിന്റെ സൽക്കാരം ബഹുകേമം തന്നെ. ഏറ്റവും നിന്ദ്യമായ മനുഷ്യമാംസം തന്ന് എന്നെ നീ ചതിക്കാൻ ശ്രമിച്ചതിന് ഞാൻ നിന്നെ ശപിക്കുകയാണ്. ഹേ ദുഷ്ട, രാക്ഷസ സ്വഭാവം കാട്ടിയ നീ ഇന്നു മുതൽ രാക്ഷസനായി 12 വർഷം അലഞ്ഞു തിരിയട്ടെ. അതിഭയങ്കരമായ ശാപം കേട്ട മഹാരാജാവ് വസിഷ്ഠമുനിയുടെ ശാപവാക്കുകൾ കേട്ട് സങ്കടവും കോപവും വന്ന മിത്രസിംഹരാജൻ പറഞ്ഞു, അല്ലയോ താപസശ്രേഷ്ഠ, പരമാർത്ഥം മനസ്സിലാക്കാതെയാണല്ലോ അങ്ങ് ശപിച്ചത്. സൂര്യവംശത്തിൽ പിറന്നവരാരെങ്കിലും ഇത്തരമൊരു നീചപ്രവൃത്തി ചെയ്യുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്നുണ്ടായ കോപത്താൽ ഈ ദാസനെ ശപിച്ചത് സാഹസമായി പോയി. അതിനാൽ എൻ്റെ തപശക്തി ഉപയോഗിച്ച് ഞാനിതാ അങ്ങയെയും ശപിക്കുവാൻ പോവുകയാണ്. മാമുനിയെ ശപിക്കാനായി ജലവും കയ്യിലെടുത്ത് കോപാകുലനായി നിൽക്കുന്ന മിത്രസിംഹനെ ദമയന്തി സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അതിൽ നിന്നും വിലക്കി. തൻ്റെ കോപം കെട്ടടങ്ങിയ മിത്രസിംഹൻ്റെ കയ്യിലിരുന്ന ശാപജലം തൻ്റെ പാദത്തിൽ തന്നെ ഒഴിച്ചു. ഉടനെ അദ്ദേഹത്തിൻ്റെ പാദം കറുത്ത നിറമായി തീർന്നു. അന്നു മുതൽ മിത്രസിംഹന് കൽമഷപാദൻ എന്ന പേരുണ്ടായി. മുനിയുടെ ശാപവാക്കുകൾ ഫലിച്ചു. രാക്ഷസനായി തീർന്ന മിത്രസിംഹൻ അപ്പോൾ തന്നെ തൻ്റെ പാചകക്കാരനായ മായാരാക്ഷസനെ പിടിച്ച് ഭുജിച്ച ശേഷം കാട്ടിലേക്ക് ഓടിപ്പോയി. ഉഗ്രമായി അട്ടഹസിച്ച് കാനനം മുഴുവൻ വിറപ്പിച്ച് നാനാദിക്കിലും പാഞ്ഞു നടന്ന കൽമഷപാദൻ കണ്ണിൽ കണ്ട മനുഷ്യരെയെല്ലാം ഭക്ഷിക്കുകയും അവരുടെ രക്തം പാനം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം യുവതാപസ ദമ്പതികൾ വസിക്കുന്ന ആശ്രമത്തിൽ ചെന്ന് കൽമഷപാദൻ ബ്രാഹ്മണകുമാരനായ താപസനെ പിടിച്ചു തിന്നാൻ മുതിർന്നപ്പോൾ യുവതിയായ താപസപത്നി വാവിട്ടു കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സൂര്യവംശജനായ ഹേ രാക്ഷസ, ഇന്നു നീ നിശാചരനായിരിക്കുന്നു. നിന്റെ ക്രോധവും ക്രൂരകർമ്മവും ഉപേക്ഷിച്ച് എൻ്റെ പതിയെ നീ എനിക്ക് വിട്ടുതരുക. അതുമൂലം നിനക്ക് മംഗളമേ ഉണ്ടാവുകയുള്ളൂ. നീചകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈശ്വരാനുഗ്രഹം ലഭിക്കുകയില്ല. അത് നീ മനസ്സിലാക്കുക. എൻ്റെ സർവസ്വമായ ഭർത്താവിനെ എനിക്കു തന്ന് ശാപത്തിൽ നിന്നും മുക്തി നേടി നീ ശാന്തനായി വസിക്കുക. താപസപത്നിയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളൊന്നും ചെവിക്കൊള്ളാതെ കൽമഷപാദനെന്ന ആ രാക്ഷസൻ ആ യുവതാപസനെ കൊന്നു തിന്നു. വിധവയായ ആ സ്ത്രീരത്നം വാവിട്ടു കരഞ്ഞുകൊണ്ട് കൽമഷപാദനെ ഇങ്ങനെ ശപിച്ചു, ഹേ ദുർബുദ്ധിയും നിഷ്ഠൂരനുമായ രാക്ഷസ, ഏതെങ്കിലും ഒരു സ്ത്രീയെ നീ തൊടുന്ന നാൾ നിനക്കു നാശമുണ്ടാകും. ഇതു സത്യം. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ താൻ ഒരുക്കിയ ചിതയിൽ സ്വപതിയോടൊപ്പം ആ സ്ത്രീരത്നവും വീരസ്വർഗം പ്രാപിച്ചു. 12 വർഷക്കാലം രാക്ഷസരൂപം പൂണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൽമഷപാദൻ ശാപവേള അവസാനിച്ചതിനാൽ തൻ്റെ പൂർവ്വരൂപത്തിൽ കൊട്ടാരത്തിലെത്തി. ശാപമോക്ഷം ലഭിച്ച് കൊട്ടാരത്തിൽ തിരികെ എത്തിയ മിത്രസിംഹനെ ഏവരും ആദരപൂർവം സ്വീകരിച്ചു. ഇന്ന് ഇവിടെ വെച്ച് കഥ നിർത്തുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കി പറയാം.